بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇരകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചരിത്രത്തിലെ എല്ലാ വേട്ടകളും വിജയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ശരീഅത്തിനെ അപഹസിക്കാനും മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് ഊരിയെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവിന്റെ മതമായതിനാൽ ആർക്കും തന്നെ ഇസ്ലാമിനെ ഇല്ലാതാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അത് എത്ര എതിർപ്പുകൾ ഉണ്ടായാലും നാൾക്കുനാൾ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം അതിന്റെ കാവൽക്കാരൻ അല്ലാഹുവാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നിശ്ചയമായും അതിനെ നാമാണ് ഇറക്കിയിരിക്കുന്നത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്തിനെ അള്ളാഹു സംരക്ഷിക്കും, യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഒരു സമുദായം എന്ന നിലക്ക് ജാഗ്രത കാണിച്ചിട്ടില്ല എങ്കിൽ നാം പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാനേശുമാരി മുസ്ലിമീങ്ങളായി മാറുകയും പൊങ്ങുതടികളായി മാറുകയും ചെയ്യുമെന്ന ഗൗരവം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ പരാജയപ്പെടും, ദീനൊരിക്കലും പരാജയപ്പെടുകയില്ല. കാരണം ദീന് അള്ളാഹു മറ്റുള്ളവരിലൂടെ നിലനിർത്തും. അതൊരു വേള ഇതുവരെ ഇസ്ലാമിനെ എതിർത്ത ഒരാളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ നാളെ മുതൽ അള്ളാഹു ദീനിനെ ശക്തിപ്പെടുത്തുക. ചരിത്രം അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹുവിന്റെയൊക്കെ ചരിത്രം നമുക്കറിയാം, സമീപകാലത്തെ ചരിത്രങ്ങൾ അറിയാം. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തൊരു പള്ളി പൊളിക്കാൻ വേണ്ടിയൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ പിന്നീട് ഇതിന്റെ വക്താക്കളായതൊക്കെ നമുക്ക് സമീപകാല ഉദാഹരണങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീന നിലനിർത്താൻ വേണ്ടി അതിന് ഓരോ കാലഘട്ടത്തിലും ആളുകളെ കൊണ്ടുവരും. അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ശരീഅത്തിനെതിരെ സംസാരിക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ശരീഅത്ത് വിവാദം വന്നു കുറച്ചു കാലം മുമ്പ്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് പല പ്രാവശ്യങ്ങളിലായി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു വാളുപോലെ സമുദായത്തിന്റെ മുകളിൽ അത് തൂങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് നേരിടാനും പരാജയപ്പെടുത്തുവാനും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് ശത്രുക്കൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ശരീഅത്തിനെതിരെ സംസാരിക്കുവാനുള്ള ആയുധങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരകളെ ഉപയോഗിച്ചാണ് ചരിത്രത്തിലെ എല്ലാ വേട്ടകളും വിജയിച്ചിട്ടുള്ളത് എന്നതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ തന്നെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ശരീഅത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഗവേഷണം നടത്തി വന്നിരുന്നത്. ഇന്ന് അതൊരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമോ, ഒരു കുടുംബത്തെ ശിഥിലമാക്കാൻ ആ 5 മക്കളുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വിറകും കൊള്ളിലെടുക്കുക. എന്നിട്ട് ആ കുടുംബത്തിലുള്ള ഒരു മകൻ തന്നെ ഇസ്ലാമിക സംസ്കാരത്തിനും അതുപോലെ തന്നെ വാപ്പാക്കും ഉമ്മാക്കും എതിരെ സംസാരിക്കുന്ന ഒരു വിറകും കൊള്ളിയായി മാറി ആ വീട് അതോടുകൂടി പ്രയാസമായിരുന്നു. അതുപോലെ തന്നെ മഹല്ലിനെ അസ്ഥിരപ്പെടുത്താൻ ആ മഹല്ല് കമ്മിറ്റിയിലോ അതിന്റെ ജനറൽ ബോഡിയിലോ 4 ആളുണ്ടായാൽ മതി. ആ മഹല്ലിന് പിന്നെ ഒരു കാര്യം നടത്താൻ കഴിയില്ല. മുസ്ലിം സംഘടനകളിൽ നേതാക്കളെ വിലക്കെടുക്കുന്ന അവസ്ഥ പല സ്വാധീനങ്ങളിലും അകപ്പെടുത്തിക്കൊണ്ട് പിന്നെ ആ സംഘടന ഉണ്ടൂല. ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ നിന്ന് തന്നെ ആളുകളെ എടുത്തുകൊണ്ട് ഈ സമുദായത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആലോചനയാണ് സമീപകാലങ്ങളിൽ നടക്കുന്നത്. അതൊരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാല വിഷയങ്ങളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ആ പ്രവണത പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നത് ഇപ്പോഴും അപരിഹാര്യമായി തുടരുകയാണ്. മുസ്ലിം പള്ളികളിലൊക്കെ എന്താണ് വഖഫ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പറയാൻ വേണ്ടി ആഹ്വാനങ്ങളുണ്ടായി. പക്ഷെ സമ്മർദ്ദങ്ങൾ വന്നതോടുകൂടി പലരും അതിൽ നിന്ന് പുറകോട്ട് പോയി. എന്തേ കാര്യം? പള്ളിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പള്ളിയിൽ പറയുന്ന ഒരു സാഹചര്യം പോലും മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കാണാം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന പേരിൽ ഒരു പുതിയ യൂണിഫോം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ എങ്ങനെയാണ് മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ കൊണ്ടാണ് അത് ന്യായീകരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം കമ്മ്യൂണിറ്റി നാളെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വിവാഹം 21 വയസ്സിലേക്ക് ഉയർത്തുന്ന സമിതിയുടെ തീരുമാനം മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വന്ന് ബില്ലിൽ ഈ നടപ്പുകാല പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഈ വിഷയം വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും മറ്റുള്ള ആളുകളും തന്നെയാണ്. അതായത് സമുദായത്തിൽ നിന്ന് തന്നെ, ഇരകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമമാണ് ഈ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിലെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ധർമ്മം എന്താണ്? അതിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ അതിന്റെ ശരിയായ അവസ്ഥ, അതിന്റെ നിജസ്ഥിതി നാം അറിയാൻ ശ്രമിക്കുക എന്നതാണ്. എന്നിട്ട് ശരീഅത്തിനോടൊപ്പം നമ്മൾ നിൽക്കുക. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും ആദർശത്തിനുമാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ കാര്യത്തിന് എന്തു പറയുന്നു? ഞാൻ അവിടെ നിൽക്കും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം, കർമ്മങ്ങൾ കൊണ്ട് പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വിവാദം മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതെന്താണ് ശരീഅത്ത് പറയുന്നത്, ഞാൻ അവിടെ നിൽക്കുമെന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു താല്പര്യവും അതിനെ സ്വാധീനിക്കാൻ പാടില്ല. അത് വ്യക്തിപരമായ താല്പര്യമാകട്ടെ, കുടുംബപരമായ താല്പര്യമാകട്ടെ, രാഷ്ട്രീയപരമായ കാരണങ്ങളാകട്ടെ, പാർട്ടി സംബന്ധമായ വിഷയങ്ങളാകട്ടെ, അതെല്ലാം എനിക്കെന്റെ മതം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വലിയ തെറ്റാണ് എന്ന ഒരു പൊതുബോധത്തിലേക്ക് ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് ആർജവത്വത്തോടുകൂടി പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവനെന്നാണ്. അതൊരു വലിയ തെറ്റായി നമ്മുടെ സമൂഹത്തിൽ ആഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ലൈക്കടിക്കാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ചെറുപ്പക്കാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗുരുതരമല്ലേ വിഷയം? ഇവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, എന്തൊരു വിവാദം വരുമ്പോഴും അതിന്റെ ശരീഅത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള തുറന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. അതിനോടൊപ്പം നിൽക്കുകയും വേണം. എങ്കിൽ മാത്രമേ നാളെ രക്ഷയുള്ളൂ. കാരണം അള്ളാന്റെ മുമ്പിൽ സ്വീകരിക്കുക ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രമേ മതമായി സ്വീകരിക്കുകയുള്ളൂ. ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ചാൽ എന്താ അവസ്ഥ? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവന് നാളെ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനായി മാറുമെന്നതാണ്. ഇസ്ലാം അതിലൊന്നും ഇനി കൂടാനുമില്ല, ഒന്നും കുറയാനുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. എല്ലാം സമ്പൂർണ്ണമാണ്. എന്താ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം എല്ലാ ഖുതുബയുടെയും ആഗമനത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഹഖ്ഖ തുഖാതിഹി, അതിന്റെ മുറപ്രകാരം. പിന്നെ പറഞ്ഞത് എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരണപ്പെട്ടു പോകരുത്. ഞാൻ ആ അടിവരയിടുക. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിക്കാൻ സാധിച്ചേക്കാം, മുസ്ലിം വാപ്പക്കും മുസ്ലിം ഉമ്മക്കും നമുക്ക് പറക്കാൻ സാധിച്ചേക്കാം, അങ്ങനെ ഒരു മഹലിൽ ജീവിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഒരു സത്യനിഷേധിയായിട്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അതല്ലേ ഗുരുതരം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ജീവിതത്തിന്റെ തുടക്കമല്ല പ്രധാനം, ഒടുക്കമാണ്. മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? അതോടെ മരിക്കുന്നത് വരെ നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഇങ്ങനെ ഈമാനിനെ തട്ടിക്കളിക്കുന്ന പല പ്രശ്നങ്ങളും സമൂഹത്തിൽ വരും. അപ്പൊ ഉറച്ചു നിൽക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. ഇപ്പൊ ഈ 2 വിഷയം ഞാൻ ഉദാഹരണം പറയാൻ. എന്താ നമ്മളെ നിലപാട്? നമ്മൾ പഠിച്ചു വെച്ചത് എന്താ?
പൊതുബോധം ഉണ്ടാക്കി തന്നത് എന്താ? എവിടെ നമ്മൾ നിൽക്കുന്നത്? നമുക്കറിയാം ജെൻഡർ ന്യൂട്രാലിറ്റി എന്താ പ്രശ്നം. ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വസ്ത്രം കൊടുത്തു ബാലുശ്ശേരി സ്കൂളിൽ നമ്മൾ കണ്ടു, ചർച്ചയായിക്കൊണ്ടിരിക്കുക. അപ്പൊ നേരെ വസ്ത്രത്തിന്റെ മുകളിലേക്കാണ് ആദ്യം ചർച്ച പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആദ്യം ചർച്ച വസ്ത്രത്തിന്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് പറഞ്ഞ കാരണം എന്ത് എന്നുള്ളിടത്തേക്കാണ് ആദ്യം നമ്മുടെ ചർച്ച പോകുന്നത്. ആദ്യ ചർച്ച അവിടെയാണ് പോകേണ്ടത്. കാരണം ഇതിന്റെ ഇന്റൻഷൻ എന്താണ്, ഇതിന്റെ പ്രേരകം എന്താണ്? ഇതിന്റെ പ്രേരകം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന സ്വതന്ത്രമായ രണ്ട് അസ്തിത്വം അല്ല ഇനി സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. രണ്ട് ജെൻഡറുകളല്ല ഉണ്ടാകേണ്ടത്. ജനറൽ ന്യൂട്രലാകണം, നിഷ്പക്ഷമാകണം. സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്ന രണ്ട് അസ്തിത്വമില്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാവരും ഒന്നാവുക, ഇവിടെ വിവിധ ജെൻഡറുകളില്ല എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു നടപടിക്രമങ്ങളിൽ ഒന്നു മാത്രമാണത്. ഇതൊരു ഐസ്ബർഗാണ്. വിശാലമായ കടലിലതാ ഒരു ചെറിയ മഞ്ഞിന്റെ കഷ്ണം നമ്മൾ കാണുന്നു. ആ മഞ്ഞ് കഷ്ണം കാണുമ്പോ ബുദ്ധിയുള്ള കപ്പിത്താനാണെങ്കിൽ അതിൽ നിന്ന് കപ്പല് മാറ്റിയോടിക്കും. കാരണം അല്പം മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂവെങ്കിലും അതിന്റെ അന്തർഭാഗത്ത് വലിയ മഞ്ഞുമലയുണ്ട്. അത് തട്ടി എന്റെ കപ്പല് തകരാൻ പാടില്ല എന്ന ദീർഘദൃഷ്ടിയോടുകൂടി അയാൾ കപ്പല് വഴിമാറ്റി സഞ്ചരിപ്പിക്കുന്നത് പോലെ ഇതൊരു അപകടത്തിന്റെ സൂചനയാണ്. ഇതൊരു ഡ്രസ്സിന്റെ മാത്രം വിഷയമല്ല. സ്ത്രീയെയും പുരുഷനെയും രണ്ട് അസ്തിത്വത്തിൽ നിർത്തുന്നത് അതിനെ ഒന്നാക്കണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവർ വിജയിച്ചു വരുന്നതിന്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീയുടെയും പുരുഷന്റെയും അസ്തിത്വം ഇല്ലാതാക്കലാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് പൂർണ്ണമാണ്. അതിന് അള്ളാഹു ഈ വലഖദ് കർറംനാ ബനീ ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പരം ഇണകളായിക്കൊണ്ടാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അതാ അള്ളാഹു പറയുകയാണ്, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഏത് റബ്ബിനെ? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹാ, നിങ്ങളെ പരസ്പരം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതുപോലെ തന്നെ ഭൂമിയിൽ നിങ്ങളെ ധാരാളം സ്ത്രീ പുരുഷന്മാരായി അതിൽ നിന്ന് വ്യാപിപ്പിക്കുകയും ചെയ്ത ആ റബ്ബിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് രണ്ട് അസ്തിത്വമാണ്. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വലൈസ ദക്കറു കൽ ഉൻസാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരിക്കലും സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെയോ പുരുഷൻ ഒരിക്കലും സ്ത്രീയെ പോലെയോ അല്ല എന്നത് വിശുദ്ധ ഖുർആന്റെ കട്ടായമാണ്. ഇതാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. പക്ഷെ ഈ പൊതുബോധം നമ്മളെ കൊണ്ടുവന്ന് എന്താ അങ്ങനെ ആയ കുഴപ്പം എന്നുള്ളിടത്തേക്ക് ചിന്തിക്കുക, അതിന് ലൈക്കടിക്കും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് സമുദായം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ വേഷത്തെക്കുറിച്ച് എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, അൽ മുതശബ്ബിഹാതി ബിർരിജാലി മിനൻ നിസാ, അതേ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെയും, വൽ മുതശബ്ബിഹീന ബിന്നിസാഇ മിനർ റിജാൽ, പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നതാണ്. ഒരു സമൂഹത്തിൽ സാധാരണ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ഏതാ? അത് ഓരോ നാട്ടിലും വ്യത്യാസം ഉണ്ടാവും. അതൊരു നാട്ടിൽ നമുക്ക് ഏതാ സ്ത്രീയുടെ വേഷം കണ്ടാ മനസ്സിലാകണത് ആണാ പെണ്ണാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അത് കൺഫ്യൂഷൻ ആക്കുക എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല സുഹൃത്തുക്കളെ. പക്ഷെ അതിനെ ഇന്ന് എത്രത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത് പറയാൻ പലർക്കും അർഹതയില്ല. കാരണം എന്താ, നമ്മളെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ടൈറ്റ് ജീൻസ് ഇട്ട് ടീഷർട്ട് ഇട്ടിട്ടാണ് കോളേജിൽ പോകുന്നതെങ്കിൽ എങ്ങനെ ഇതിന് എതിർക്കും? ഒരു മുഴം മുമ്പേ സമുദായം എവിടെയോ എത്തിക്കഴിഞ്ഞു. അതിന് പറ്റുന്ന രീതിയിൽ സമുദായത്തെ വാർത്തെടുക്കാൻ ഇവിടെ ചില ബുദ്ധിജീവികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ അപകടത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞു. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നതാണ് വസ്തുത. അതുപോലെ തന്നെ ഇന്നലെ വന്ന വിഷയം വിവാഹപ്രായം 18 നിന്ന് 21 മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. അതിന്റെ ബില്ല് ഈ നടപ്പ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ഇവിടെയും പലരും പൊതുബോധത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്.
യഥാർത്ഥത്തിൽ 18 വയസ്സിൽ നിന്ന് 21 ആക്കുന്നതിന് വസ്തുനിഷ്ഠമായ വല്ല പഠനവും നടന്നിട്ടുണ്ടോ? ഒരാൾക്കും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനൊരു സമിതിയെ വെച്ചു ആ സമിതിയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആ സമിതിയുടെ റിപ്പോർട്ട് പൊതുജനത്തിന് മുമ്പിൽ ഇതുവരെ വെച്ചിട്ടില്ല. കൃത്യമായി പറയാൻ കഴിയണം 18 വയസ്സ് കഴിഞ്ഞ് ഇത്ര വർഷത്തിനിടയ്ക്ക് ഇന്ത്യ രാജ്യത്ത് വിവാഹിതരായ ആളുകളിൽ ഇത്ര ശതമാനത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയണം. എവിടെയെങ്കിലും ആരെങ്കിലുള്ള ഒറ്റപ്പെട്ട കേസുകൾ എടുത്തു വെച്ചുകൊണ്ട് പർവ്വതീകരിക്കാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്ത് ഇത്ര കൊല്ലായിട്ട് എത്ര കുടുംബങ്ങൾ ശാന്തമായി ഈ 18 വയസ്സിന് ശേഷം വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. അപവാദങ്ങൾ ഉണ്ടാകാം, അതിന് വേറെ കാരണങ്ങളുണ്ടാകും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പഠനം പോലും ഈ വിഷയത്തിൽ കൃത്യമായി വന്നിട്ടില്ല. പിന്നെ ഇതിന് പറയുന്ന ന്യായം ശരിയല്ല. ശിശുമരണ നിരക്കും മാതൃമരണവും കുറക്കാൻ വേണ്ടിയാണ് ഈ പ്രായം കൂട്ടുന്നത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതല്ല, അത് പോഷകാഹാരക്കുറവാണ്. അതിന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ് വേണ്ടത്. ചേരി പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പോഷകാഹാരങ്ങൾ കൊടുക്കുകയും അവർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, പലരും പറയുമ്പോൾ ഈ വയസ്സിനൊക്കെ കെട്ടിച്ചു വിട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല, പഠനത്തിന് തടസ്സമാവും, ജോലിക്ക് തടസ്സമാവും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതും ആരുണ്ടാക്കി തന്ന ബോധമാണ് നമുക്ക്. വിദ്യാഭ്യാസം നേടണമെന്ന് ബോധമുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് വിവാഹം അതിന് ഏറ്റവും സൗകര്യമാണ്. സംശയമൊന്നും വേണ്ട. എത്രയോ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്കിടയിലുണ്ട്. ഉയർന്നു പഠിച്ച എത്ര ആളുകളുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം നന്നായി പഠിച്ച് പിന്നീട് ട്രെയിനിങ്ങിന് പോയി ജോലി നേടി മുന്നോട്ട് പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ആ ബോധമില്ലാത്തൊരു സമൂഹമാണെങ്കിൽ അവരെ വൈകിപ്പിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് അവർ സ്കൂളിലൊന്നും പോകില്ല, അവർ കോളേജിലും പോകില്ല. അവരാ സമയത്ത് കുറച്ച് വേറെ ആവശ്യങ്ങളിലേക്ക് പോകുന്നല്ലാതെ അത് ബോധവൽക്കരണത്തിലൂടെ കൊണ്ടുവരേണ്ടതാണ്. അതിനൊരിക്കലും വിവാഹപ്രായം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ കരിയറിസം എന്ന് പറയുന്നത് എല്ലാവരും അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ജോലി വേണമെന്നുള്ളതല്ല. പല സ്ത്രീകളും എനിക്ക് വലിയ ഭാരിച്ച ജോലി വേണ്ട, ഞാൻ കുടുംബിനിയായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കും വേണ്ട അവകാശം. അപ്പൊ ഇത് അവനവനെ പോലെ എല്ലാവരും ചിന്തിക്കുന്നുവെന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇതിനേക്കാളും ഗൗരവമാണ് അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കയ്യേറ്റമാണിത്, ഭരണഘടനാ ലംഘനമാണിത്. കാരണം മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരും വിവാഹത്തിലൂടെയാണ് ഒരു ലൈംഗിക വൃത്തിയിലേക്കും കുടുംബജീവിതത്തിലേക്കും പ്രവേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് 18 വയസ്സായാൽ ഇപ്പോ അതിലേക്ക് പ്രവേശിക്കാം. പക്ഷെ ഈ നിയമം വരുന്നതോടുകൂടി 21 വയസ്സ് വരെ കാത്തിരിക്കണം. അയാളുടെ വൈകാരികവും മറ്റു കാര്യങ്ങളും അയാൾ ഗവൺമെന്റിന് വേണ്ടി അയാൾ സഹിക്കണം. ഇത് വ്യക്തിയുടെ അവകാശത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണ്, മൗലികാവകാശ ലംഘനമാണ് പറഞ്ഞത്. വിവാഹിതനായാൽ കുറ്റം, വിധിവൈപരീതി കൂടി നമ്മൾ നോക്കണം. എന്നാൽ 18 വയസ്സിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വീട് വിട്ടിറങ്ങിപ്പോയാലോ കുഴപ്പമില്ല, അവർക്ക് കേസില്ല. കാരണം അവർ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും, ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് തുറന്ന് മര്യാദക്ക് ഒരാൾ കയറി ചെല്ലണമെങ്കിൽ അയാൾ ക്യൂ നിൽക്കണം, അയാൾ 21 വയസ്സ് വരെ നിൽക്കണം. മതിന് ചാടി വരുന്നവൻ എപ്പോഴും വരാം. ഇതല്ലേ പറയുന്നു. കുത്തഴിഞ്ഞ ഒരു സ്വതന്ത്ര സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒളിച്ചോട്ടം ഇപ്പൊ തന്നെ വ്യാപകമാണ് എല്ലാ സമുദായത്തിലും. അതിന് എണ്ണം കുറച്ചുകൂടി കൂടുമെന്നല്ലാതെ, പ്രണയ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുമെന്നല്ലാതെ, ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിഹിത ഗർഭങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത്. മാത്രമല്ല, കുടുംബം തകർന്നു പോകും. ഇന്ത്യയിലെ കുടുംബ സംവിധാനത്തെ തകർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം എത്ര കാലമായി കോർപ്പറേറ്റും സാമ്പത്തിക താല്പര്യമുള്ളവരും പാശ്ചാത്യ ശക്തികളും നടത്തുന്നു. ഇങ്ങനെ ആയാൽ ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങിപ്പോയി വിവാഹത്തിന് യാതൊരു ലൈസൻസ് ഇല്ലാതെ കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ കുടുംബത്തിന്റെ അലവും പിടിയും തട്ടും തറയും തരിപ്പണമായി പോകും. ഇതാണ് ഇവിടെ നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതൊരു പിന്തിരിപ്പൻ വാദമായിട്ടാണ് പലരും പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ, ഇതിനെ വിമർശിച്ചാൽ ചില ആൾക്കാർക്ക് വിമർശിക്കാൻ തന്നെ പേടി. ഞാൻ ഏതോ ഒരു പഴയ നൂറ്റാണ്ടിൽ ആളായി പോകുമെന്ന് വിചാരിച്ചിട്ടാ പലരും പറയാൻ തന്നെ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ലോകരാജ്യങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ലോകരാജ്യങ്ങളിൽ പകുതിയിലധികം രാജ്യങ്ങൾ, 143-ലധികം രാജ്യങ്ങളിൽ 18 വയസ്സാണ് ഇപ്പോഴും. 18 വയസ്സാണ്. പല രാജ്യങ്ങളിലും 17 ഉണ്ട്, 16 ഉണ്ട്, 15 ഉണ്ട്, 14 ഉണ്ട്.
അതിന്റെയൊക്കെ താഴേക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. 21 എത്ര രാഷ്ട്രങ്ങളിലാണ് കണക്കൊന്നും തോന്നും. അപ്പൊ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു വലിയ സംഭവമാണെന്നും ഇതിന്റെ മാതൃകയായിട്ട് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൃത്യമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രായമല്ല പ്രധാനം, പക്വതയാണ്. അതാ ഇസ്ലാം പറയുന്നത്. ഏ യുവസമൂഹമേ, നിങ്ങൾ പക്വതയായാൽ, നിങ്ങൾക്ക് ഭാവത്തിയാൽ നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിക്കും. അതൊരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, മാനസികമായും ശാരീരികമായും വൈകാരികമായും ഒരു വിവാഹത്തിന് എല്ലാ അർത്ഥത്തിലും എപ്പോഴാണോ പാകമായത്, മെച്ചൂറായത്, ആ സമയത്ത് അവർക്ക് വിവാഹം കഴിക്കാൻ കഴിയും. അത് ഇനി 25 വയസ്സായിട്ട് ഒരാൾക്ക് ആയിട്ടില്ലെങ്കിൽ, 25 വയസ്സായി കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എന്തായാലും കല്യാണം കഴിപ്പിക്കുക എന്ന് പറയാൻ പാടില്ല. അത് അയാൾക്ക് ആവുമ്പോൾ ചെയ്താൽ മതി. പക്ഷെ ഈ പറഞ്ഞ കാര്യമൊക്കെ 18 വയസ്സിൽ ഒരാൾക്ക് ആയാൽ ആ 18 വയസ്സിൽ ചെയ്യാൻ നമുക്ക് അനുവാദം കൊടുക്കുന്നത് വ്യക്തിയുടെ താല്പര്യമാണ്. അതല്ല 18 വയസ്സിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നാട്ടിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായ കണക്ക് ഇവിടെ വെക്കണം. അത് വെച്ചിട്ടില്ല. ഇത് ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, പൊതുബോധത്തോടൊപ്പമല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മതപരമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി അത് ഒരിക്കലും ഇവിടുത്തെ ബഹുസ്വരതയ്ക്ക് ഇണങ്ങാത്തതല്ല. അങ്ങനെ ഒരു കോംപ്ലക്സ് ആർക്കും വേണ്ട. ഇതിനോടൊപ്പം സഞ്ചരിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി പഠിച്ച് സ്റ്റാൻഡ് എടുക്കുക, മറ്റു താല്പര്യങ്ങൾ മാറ്റി നിർത്തുക. നമുക്ക് ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ലോകമാണ്. നമ്മുടെ ഹിദായത്ത് തെറ്റാൻ പാടില്ല. അവിടെ ഗൗരവത്തിൽ കാണുക. അവിടെ സംഭരം എല്ലാവിധ ഷറുകളിൽ നിന്നും നമ്മെ കാത്തിരിച്ചിട്ടുണ്ടാകട്ടെ. ബഹുമാനായ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 2 ബാധ്യതകൾ നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ബാധ്യതയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു വിവാദം വരാൻ നമ്മൾ കാത്തിരിക്കണം. നേരത്തെ പറഞ്ഞത് എന്താണോ വിവാദമായ വിഷയം, ആ വിഷയം ശരിക്കും പഠിച്ച് സ്റ്റാൻഡ് എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിവാദം വരാനൊന്നും കാത്തിക്കരുത്. അതിനു മുമ്പ് തന്നെ ഇസ്ലാമിന്റെ ബേസ് സംബന്ധിച്ച് ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണെന്ന് അറിവ് നേടുക എന്നത്. അടിസ്ഥാനപരം എല്ലാവരും പണ്ഡിതന്മാരാകണമെന്നല്ല പറഞ്ഞതിനർത്ഥം, കഴിയില്ല. ഒരു വിഭാഗം അതിനുവേണ്ടി മാറിയിരിക്കണം എന്നാണ്. എന്നാൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അത്യാവശ്യം ഒരു ധാരണയും പഠനവും ഓരോ മുഅ്മിനും നടത്തിയിരിക്കണം എന്നത് അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി പറഞ്ഞതാണ്. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറയുന്നത് കതിരിൽ വളം വെക്കലല്ല, ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ മദ്രസ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്താ വെച്ചാല്, പണ്ട് 3-4 മണിക്കൂർ മദ്രസ ഉണ്ടായിരുന്നത് പിന്നെ 3 ആയി, 2 ആയി, 1 ആയി, അരമണിക്കൂറാ മദ്രസ. അതും തന്നെ ആഴ്ചയിൽ എപ്പോഴും ഒരു സമയത്ത് മദ്രസയിൽ പോകുന്നുണ്ട് എന്നൊരു ആളുകളോട് പറയാനൊരു മദ്രസ, കുട്ടിക്ക് കിട്ടേണ്ടതൊന്നും ശരി കിട്ടുന്നില്ല. ഇതാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾക്ക് കിട്ടേണ്ട മതബോധം ചെറുപ്പത്തിൽ കിട്ടുന്നില്ല. പിന്നെ അവർക്ക് തിരക്ക് പിടിച്ച ജോലിയായി, പഠനമായി. പിന്നെ ആ കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാമ്പസുകളിൽ നിന്ന് ഈ നവലിബറലുകൾ കൊത്തിക്കൊണ്ടുപോകണം. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, മതപഠനം, മദ്രസാ പഠനം വളരെ ഗൗരവത്തിലെടുക്കണം. ഇപ്പോഴും ചിലർക്കെങ്കിലും അതിന് ഫീസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു അനാവശ്യത്തിന് കൊടുക്കണ പോലെ, ഒരാവശ്യമില്ലാത്തിന് കൊടുക്കണ പോലെ. സ്കൂളിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടിക്ക് അതിന് 1000-ഉം 2000 ഓട്ടോറിക്ഷക്കും പുസ്തകത്തിനൊക്കെ മാസത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ വെറും 200 രൂപ മദ്രസയിൽ കൊടുക്കുമ്പോഴേക്ക് എന്തോ ഒരു ഭയങ്കര ഒരു നഷ്ടം സംഭവിക്കുന്ന മാനസികാവസ്ഥ എപ്പോഴും ഉണ്ട്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം ഗൗരവമായിട്ട് നമ്മൾ കാണണം. അതുപോലെ തന്നെ വായിക്കണം കുറച്ച്. ഇങ്ങനെ കേൾവി മാത്രമല്ല, വായനയും കേൾവിയും വേണം. എന്ന് പറഞ്ഞു ആദ്യത്തെ ആയത്തതാ, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അത് വായന കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏത് വായന? നേർവായന കുറയുകയും അല്ലാത്ത വായനകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വാട്സപ്പിൽ വരുന്ന എല്ലാ ചവറുകളും ആൾക്കാർ വായിക്കും, എല്ലാ തമാശയും വായിക്കും. അതെത്ര റീഡ് മോർ ഉണ്ടെങ്കിലും വായിക്കും. എന്നാൽ ആ വായിച്ചതിന്റെ ഒരു വസ്തുത അതേ വാട്സപ്പിൽ മറ്റൊരു വാളിലുണ്ട് എങ്കിൽ അത് വായിക്കൂല, അത് കാണൂല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ വീട്ടിൽ ഈ ആനുകാലിക വിഷയങ്ങളെ വിലയിരുത്തുന്ന ഒരു കൃത്യമായ ഒരു പ്രസിദ്ധീകരണം, ഒരു നേർവായനയ്ക്ക് പറ്റിയ ഒരു പ്രസിദ്ധീകരണം, നേർപഥം, ഇപ്പോൾ അത് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരികയാണ്.
സഹോദരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ അടുത്ത് വേണം. അത് വായിക്കണം. വെറുതെ റാപ്പർ പൊട്ടിക്കാതെ അവിടെ വെച്ചാൽ പോയി. ചില ആളുകൾ അങ്ങനെ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചേർക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരാ വായിക്കാനും ഇല്ല, ഇവിടെ ആരില്ല വായിക്കാനും. ഞാൻ അവരോട് ചോദിക്കാറുള്ള ഒരു മറുചോദ്യം, നിങ്ങൾ മനുഷ്യനല്ലേ, നിങ്ങൾ ഈ വീട്ടിലുള്ള ആളല്ലേ, നിങ്ങൾക്ക് വായിച്ചൂടെ? എനിക്ക് ഇനി എവിടെ സമയം? സഹോദരങ്ങളെ, അയാളോട് അയാളെ മൊബൈൽ വാങ്ങിയിട്ട് യൂട്യൂബ് എത്ര സമയം കാണേണ്ടി പോകും? 5 മണിക്കൂർ കാണുന്നുണ്ട്. ഇതാഴ്ചയിൽ വായിക്കണമെങ്കിൽ 3/4 മണിക്കൂർ മതി. എല്ലാ പേജും വായിക്കണമെങ്കിൽ ഏറി വന്ന 1 മണിക്കൂർ. വെറുതെ പറയല്ലേ, നമ്മൾ ആരെയാണ് നമ്മൾ കബളിപ്പിക്കുന്നത്? നമ്മൾ തന്നെ ഒന്നാമത് വായിക്കേണ്ടത്. വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഈ ആനുകാലിക വിഷയങ്ങളിൽ ഇസ്ലാം എന്താ പറയുന്നതെന്ന് ശരിക്കും നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കേൾവി. ഇപ്പൊ ഖുത്തുബ, ചില ആളുകളുടെ രീതി എന്താണെന്നറിയാം, ഖുത്തുബക്ക് അവസാന സമയത്ത് കയറി വരും. 2 റക്അത്ത് നിസ്കരിച്ച് അത് ഖുത്തുബ ഒന്ന് കേട്ടാൽ എന്തെങ്കിലും ആയിപ്പോകും വിചാരിച്ച് അബദ്ധത്തിലെങ്ങാനും നേരത്തെ വന്നാൽ തന്നെ ഒതുണ്ടാക്കിയിട്ട് കാല് ഒരച്ച സമയം തീരില്ല. ഇവിടെ എങ്ങനെയും ഖുത്തുബ തീർന്നിട്ട് വേണം കയറാൻ. ആർക്ക് വേണ്ടി അതൊക്കെ? മര്യാദക്കാണെങ്കിൽ നമ്മൾ ഒരു ഖുത്തുബ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുക. ഒരു അഖീദയുടെ ക്ലാസ് നമ്മൾ കേൾക്കുക. അഹ്ലുസുന്ന ആദർശ പഠന കോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഓൺലൈനിൽ നല്ലൊരു ക്ലാസ് നടക്കുന്നുണ്ട്. 50 ക്ലാസ്സുകൾ ഇപ്പൊ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നടന്ന ക്ലാസ് ഇന്നും നാളെയൊക്കെ ഇത് കേൾക്കാൻ പറ്റും. ഈമാൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇസ്ലാം കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. സാധാരണ ക്ലാസ് ഒന്നല്ല. ആർക്കെങ്കിലും വന്ന് താല്പര്യം സുഹൃത്തുക്കൾ അതിന് ലിങ്ക് നമുക്ക് തരാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്ഥിരമായി കേട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകും. പ്രബോധകരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കണ്ടിട്ട് എനിക്കിതൊന്നും ബാധ്യതയല്ല, ഞാനും എന്റെ കച്ചവടവും ഞാനും എന്റെ സ്കൂളും ഞാനും എന്റെ നാടുമായിട്ട് നടന്നാൽ മതി, എന്റെ കുടുംബമായിട്ട് നടന്നാൽ മതി, ഇവിടെയുള്ള ബാക്കി കാര്യത്തിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ദൗത്യം നിർവഹിക്കാതെ പോയാൽ ഇത് നമ്മളെ കുടുംബത്തെ മാത്രമല്ല ഈ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. അള്ളാന്റെ മുമ്പിൽ നാളെ മറുപടി പറയും. നമുക്ക് കുറച്ച് സമയം ചെയ്യണം. ദീനി പ്രബോധനത്തിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ നീക്കിവെക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ വളരെ വലിയ ദൗത്യമാണ് ഒരു മുസ്ലിമിനെ നിർവഹിക്കാനുള്ളത്. ആ ദൗത്യത്തിന്റെ മുന്നിൽ നടക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ ആശയക്കുഴപ്പത്തിലാക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി